ഇവിടെ വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞിട്ട് കുറേ നേരം കേട്ടോ. അമ്മയാണെങ്കിൽ മുഖത്ത് പൗഡർ ഇട്ടോണ്ടിരിക്കുക. തലമുടിയൊക്കെ ഈരിയില്ലേ? ഫുഡ് ഉണ്ടാക്കണ വീഡിയോ ആണോ എടുക്കണേ? അതെ. അപ്പൊ മുടിയൊക്കെ ഈരിയില്ലേ? അടുക്കള കയറാൻ കൊള്ളുവോ? കൊള്ളത്തില്ല. ഇല്ലേ കമന്റ് കൂടെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മയോട്. അപ്പൊ നീ വരുന്ന അല്ല, അമ്മ മേക്കപ്പ് ഇടുവാണോ ഞാൻ ചെക്ക് ചെയ്യാൻ വന്നാ. ഇവിടെ ഈ തണുപ്പ് കാരണം ഇച്ചിരി ക്രീം തേർത്ത് വെക്കുന്ന അല്ലാതെ ഒരു മേക്കപ്പും അല്ല. എന്നാ ഞങ്ങൾ വിശ്വസിച്ചോടാ. അമ്മ പറഞ്ഞ പിന്നെ അപ്പീലില്ല. മെരുകൂടാ, നീ ടിഷ്യൂ എടുത്ത് തൂത്ത് നോക്കിയോ? സംശയം ടിഷ്യൂ എടുത്ത് തൂത്ത് നോക്കിയോ? ഓക്കെ ഓക്കെ ഓക്കെ. നല്ല വെള്ളം കൂടെ ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഇത് എന്നാ ഇല്ല ഇല്ല ഇല്ല. അമ്മ എന്നാ പരിപാടി എന്ന് പറയാ? പരിപാടി ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ? ഫാദേഴ്സ് ഡേ ആണ്. ഫാദറിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം കുഴിമന്തി. ചാച്ചനെന്നുള്ള ചാച്ചന ഒരു കുഴിമന്തി ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിമിഷയ്ക്ക് ഒരു ആഗ്രഹം കുഴിമന്തി ഉണ്ടാക്കിയാലോ. അതിന്റെ ഇടയ്ക്ക് ഇന്ന് ഫാദേഴ്സ് ഡേ ആയിപ്പോയി അല്ലേ? അത് നമ്മളെ കുഴപ്പമില്ല, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഫാദറിന് വേറെ ചോറ് വെക്കേണ്ടി വരുമോ അറിയത്തില്ല കേട്ടോ. ഫാദറിന് ഞങ്ങൾ രാവിലെ KFC ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളേതായാലും ഒരു ചെറിയൊരു കുഴിമന്തി ഉണ്ടാക്കാൻ പോവാണ്. ഫാദേഴ്സ് ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. തുടങ്ങിയാലോ അമ്മ? നിമിഷം എന്തി? നിമിഷം ഇപ്പൊ വരും. അതെയോ? ആരാ മുടി ഇരുന്ന വീഡിയോ എടുക്കാതായിരുന്നു? മുടി ഇത് ഇവളാണല്ലോ ഏറ്റവും ഒരുക്കം. നോക്ക്, ഇതെല്ലാം സംഭവം തരാം. ഞാനിപ്പോ ഒരു പുതിയ ചീപ്പ് മേടിച്ചോണ്ട് വന്നു കേട്ടോ. ഇത് എൽസയുടെ ഇതാരം വരേതോ കൊച്ചിന് പിന്നെ സംസാരശേഷി നഷ്ടപ്പെടും. കൊച്ചിന്റെ ചാത്തന്റെ ഒക്കെ നാക്ക് ഇതിലെ പോയി അകത്തേക്ക് കയറിപ്പോ കേട്ടോ. അതുകൊണ്ട് പുതിയ ചീപ്പ് മേടിച്ചതിന്റെ ഉദ്ഘാടനമാണ് മിറ ഈ കാണിക്കുന്നത്. ഓ എന്റെ ദൈവമേ, നന്നായിട്ട് ഇരുന്നുണ്ടല്ലോ. നമുക്ക് നാട് ചെല്ലുമ്പോ മിറയുടെ മൂടി സ്റ്റെപ്പ് അടിച്ചു വിടണം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? വെറുതെ യൂക്കട്ട് പോലെ കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഒത്തിരി ഒന്നും വെട്ടി കളയല്ല. ഓക്കെ. മിറക്കൂടെ വരുന്നുണ്ടോ? ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോവാ. Are you coming? നോ. ഓക്കെ, എന്നാ കൊച്ചുകൂടി ഇരുന്ന് ഇരിക്കും കേട്ടോ. പറഞ്ഞേ വീഡിയോ എടുക്കാൻ നേരത്തെ ഞാൻ ഒരുങ്ങുവന്നു. നിന്റെ കെട്ടിന്നുള്ള സത്യം. 2 മിനിറ്റ് മുന്നേ നിന്റെ കോൾ ചെയ്തല്ലായിരുന്നല്ലോ. എന്ത് സംഭവിച്ചു? ഞാൻ എന്നെ ചെയ്തേ ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടു. അമ്മ അതല്ലേ ചെയ്തോളൂ, വേറെ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്യാറില്ല. നടന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഡ്രസ്സൊക്കെ മോശമാണ് അല്ലേ? ഇച്ചിരി നല്ലതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇത് ഞങ്ങൾ തണുപ്പ് കാരണം കേട്ടോ സഹിക്കാൻ പാടില്ല. 2-3 ഉണ്ട് ഇതിന്റെ അടിയിൽ. തണുപ്പ് കാരണം വേറെ ഒന്നും ഇടാൻ പറ്റുന്നില്ല. നാക്കൊക്കെ വഴങ്ങുന്നില്ല. നിമിഷേ, എന്നാ നമുക്ക് തുടങ്ങിയേക്കാം. കിടിലൻ കുഴിമന്തി അല്ലേ? കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതെ, കഴിഞ്ഞ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര വലിയ കുഴിമന്തി എന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഒരു കുഴിമന്തി, അത്രേ ഉള്ളൂ. ഞാനാണെങ്കിൽ ക്യാപ്സിക്കം മേടിക്കാൻ രാവിലെ പോയതാ. ക്യാപ്സിക്കം ഒക്കെ മസ്റ്റ് ആട്ടോ ഇതിനകത്ത്. ഒരു 10 മണിയായപ്പോ ഇവനെ ക്യാപ്സിക്കം മേടിക്കാൻ വിട്ടതാ. ഇവൻ എത്ര മണിക്കാ വന്നേ? ഇപ്പൊ 2:00 1:45 നീ വന്നേ. എല്ലാരും പഞ്ഞിരിക്കും. അപ്പൊ ഇടയ്ക്കൊന്ന് ജിമ്മിലൊന്ന് കയറി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കയറിയതാളോ. എന്റെ പൊന്നേ മതി. ഞങ്ങളെക്കാലൊക്കെ മുടി പിന്നെ വരാമോക്കാന്ന്. ഞാൻ വന്നപ്പോ തൊട്ട് ഇരാന്ന് തുടങ്ങിയാട്ടെ. ഇതുവരെ അവളുടെ മുടിയിൽ തീർന്നിട്ടില്ല. എന്റെ ദൈവമേ, ഇതും കൂടെ വെച്ചപ്പോഴത്തേക്കും ഒറിജിനൽ മിറ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം ശരിക്കും പ്രിൻസസ് എന്നാട്ടോ. അറബിയില് പ്രിൻസസ് എന്നാണ് പേര്. അതിന് പേരിന്റെ അതേ സ്വഭാവം. എടി നീ ഇപ്പൊ കറങ്ങി താഴെ വീഴും കേട്ടോ. ക്യാപ്സിക്കം ഇതുണ്ട്. അത് 2 വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചേ. ചിക്കൻ ക്യൂബ്സ് ഇത് നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നത്. നിങ്ങൾക്ക് മാഗിയുടെ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിനകത്തിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ പോവാണ് ഇത് കേട്ടോ. ഭയങ്കര കട്ടിയാണ്. മാഗിയുടെ എനിക്ക് നിശ്ചിത സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. എത്ര ക്യൂബ് എടുത്തു നീ? ഞാനിപ്പോ ഒരു 5 ക്യൂബ് എടുത്തു. 5 ക്യൂബ്. 2 പേരും കൂടെ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീരും കേട്ടോ. അല്ലെ? അല്ലെങ്കിലും പെട്ടെന്ന് തീരുന്ന റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഭയങ്കര ഈസി ആണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഞാനിത് 2.5 കപ്പ് വാരി കേട്ടോ വെള്ളത്തിലിട്ടേക്കണേ. നന്നായിട്ട് കഴുകി ഇട്ടേക്കുന്നതാണ്. ഞാനൊരു 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെള്ളത്തിലിടും കേട്ടോ. എന്നിട്ട് ഞാൻ അതിന് വേണ്ടി വെള്ളം ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും 1 കപ്പ് എനിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് മതി. ഇത് നമ്മൾ ഇതിനകത്ത് കോരി എടുക്കുക. പകുതി വേഗമാകുമ്പോൾ കോരി എടുക്കണം. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ അളവൊന്നും പ്രത്യേകം ഒന്നും നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഓൾറെഡി കഴുകി വെച്ച ചിക്കൻ കുക്കറിനകത്തോട്ട് ഇട്ടു. ഇതിപ്പോ ഒരു 2 കിലോയോളം ഉണ്ട് കേട്ടോ. അല്ലേ മേ? 2 കിലോ ഉണ്ടായിരുന്നു. 1.5 കിലോ കാണും. ഒരു 1/2 കിലോ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഫ്ലഷ് തന്നെ മാറ്റി വെച്ചു. പിള്ളേർക്ക് വറുത്ത് കൊടുക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്പം ഒരു 1.5 കിലോ ഇത് ഇപ്പൊ ഇത് കുക്കറിനകത്തോട്ട് മാറ്റി. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെച്ച് ഞങ്ങൾ മാരിനേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇനി ഇതിനകത്ത് എന്നാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറുവാപ്പട്ട ഇല്ലേ, കറുവാപ്പട്ട പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ ബേ ലീവ്സ് അതൊക്കെ ഇടുക. സ്പൈസസ് ഇടുക. ഞാൻ കുറച്ച് ഗ്രാമ്പൂ ഇടുന്നുണ്ടേ. ഏലക്ക നമ്മുടെ ഒരു കയ്യിൽ ഇപ്പൊ ഒരു 1.5 കിലോ ചിക്കൻ ഇപ്പൊ ഏകദേശം നമുക്ക് ഒരു കണക്കുണ്ടല്ലോ. ഞാനിപ്പോ ഒരു 3 ഏലക്ക അല്ലെ ഒരു 4 ഏലക്ക ഇട്ടിട്ടുണ്ടേ.
4 ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യില് കറുവപ്പട്ട ഇല്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ ബാക്കി സ്പൈസസ് എല്ലാം ഇട്ടു. പിന്നെ അതുപോലെ ജാതിക്കയുണ്ട്. പിന്നെ എന്താ മമ്മി ഈ സംഭവം എന്താ വെള്ള കളർ സാധനം? ഇത് കറുവപ്പട്ടയുടെ ഒരു സാധനമാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ സ്പൈസസ് ഇട്ട് കഴിഞ്ഞു. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഇത് ചിക്കൻ ക്യൂബ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി 5 ക്യൂബ് നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതുണ്ടോ ഫുള്ള് കൊടുക്കുക. അപ്പം നമ്മൾ എക്സ്ട്രാ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇതിനകത്ത്. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കാരണം ഇതിനകത്ത് ഓൾറെഡി 5 ഉള്ളപ്പോൾ ഏകദേശം നല്ല ഉപ്പുണ്ട് സ്റ്റോക്കിന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്യാപ്സിക്കം ഇടുക. അത് ഓരോരുത്തർ ഞങ്ങളിപ്പോൾ ഇച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞേക്കണം. വേണമെങ്കിൽ ഇച്ചിരി കുഞ്ഞാന്ന് വേണമെങ്കിൽ അരിയാട്ടോ. നമ്മളൊരു മീഡിയം സൈസ് ആയിട്ടാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശകലം ബട്ടർ കേട്ടോ, അൺസോൾട്ടഡ് ബട്ടറാണ്. നമ്മൾ ഓൾറെഡി ഇത് പാക്കിനകത്ത് ഒരു പാത്രത്തിനകത്ത് ആക്കി വെച്ചേക്കുന്നതാണ് ഫ്രിഡ്ജിനകത്ത്. ഒരു അൺസോൾട്ടഡ് ബട്ടറിന്റെ ഒരു ചെറിയൊരു കഷ്ണം കേട്ടോ, ഒരു ക്യൂബ്. തണുപ്പായതുകൊണ്ട് അതെ അതെ ഭയങ്കര കട്ടയായിട്ടിരിക്കും. എല്ലാവരും ഉറങ്ങിയിരിക്കും കേട്ടോ. ബട്ടർ ഇച്ചിരി കൂടി പോയെന്ന് പേടിക്കുന്നു. അതെ ബട്ടർ ഇട്ടാൽ നല്ല ടേസ്റ്റ്, നമ്മുടെ ചോറ് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ ഇത് ശകലം ടൊമാറ്റോ പേസ്റ്റ്, പിന്നെ ഇച്ചിരി ടൊമാറ്റോ പേസ്റ്റ്. ഇതുണ്ടോ നമ്മൾ ഓൾറെഡി പൊട്ടിക്കാത്തൊരു പുതിയ ടിന്നാണ് എടുത്ത് കൊടുക്കുന്നത് നമ്മളെ. ഇതിനകത്ത് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്തവർക്ക് ശരിക്കും തക്കാളി അല്ലേ തക്കാളി അരിഞ്ഞിട്ടാലും മതി കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ഗാർലിക് പേസ്റ്റ് ആട്ടോ. ഇച്ചിരി ഗാർലിക് പേസ്റ്റ്, പിന്നെ ലാസ്റ്റ് ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ കേട്ടോ. 1 സ്പൂൺ ഇട്ടുള്ളല്ലോ, മാത്രം മതിയോ? ഇത് മിക്സ് ചെയ്യണേ. അപ്പം എനിക്ക് ഞാൻ നേരത്തെ രുചി നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് വേണമെന്ന് തോന്നി. അപ്പം ഞാൻ ഒരു ശകലം കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സാധാരണ ഉപ്പ് കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉപ്പ് നമുക്ക് ഒത്തിരി കൂടാൻ പാടില്ലല്ലോ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കുക. എന്നിട്ട് ഉപ്പ് കൂടുതൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ്, ഞാനപ്പോൾ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണേ. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത്രേ ഉള്ളൂ. ഇനി ഇതേ എൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ചു കേട്ടോ, നന്നായിട്ട് ചൂടായി തുടങ്ങി. അതിനകത്ത് ഞാൻ ഇത് മാഗിയുടെ 5 ക്യൂബ്, അത് ചെറിയ ക്യൂബാവട്ടെ, നമ്മൾ മറ്റേനെ എത്ര ചെറുതാണ്, മറ്റേനെ അത്ര വലുതൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുത്തു കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെച്ചേക്കുന്ന വെള്ളം ശരിക്കും തിളച്ചു കേട്ടോ. അതിനിടയ്ക്ക് വേറെ പണിക്ക് പോയതുകൊണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അത്. പിന്നെ അതിനകത്ത് ഇത് കുറച്ച് ശകലം ജീരകം, സാധാ ജീരകം കേട്ടോ, പെരുംജീരകം ഒന്നുമല്ല, ജീരകം. പിന്നെ ഫുൾ കുരുമുളകില്ലേ, കുരുമുളക് കുറച്ചിട്ടു, ചതക്കാത്ത കുരുമുളക് അല്ലേ, ഫുൾ കുരുമുളക്. ഇത് എല്ലാവർക്കൊക്കെ പെറുക്കി കളയാനുള്ളതുണ്ട്, അത് മതി. പിന്നെ ഒരു നാരങ്ങ, ഞങ്ങളൊക്കെ പെറുക്കി കളയണ്ട. പിന്നെ കൊച്ചു പിള്ളേർക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഒത്തിരി ആകുമ്പോൾ പെറുക്കാൻ പാടാം, അതുകൊണ്ടാണ്. പിന്നെ ഇതിവിടെ നാരങ്ങയില്ലേ, ശരിക്കും ഇതിനകത്ത് നമ്മൾ ഉണക്ക നാരങ്ങയുണ്ട്, നമ്മുടെ ഉണങ്ങിയ നാരങ്ങ ഉണങ്ങിയത് ചേർക്കാം. ഇത് നമുക്ക് ഉണക്ക നാരങ്ങയൊന്നും, ഇത് അല്ലാത്ത നാരങ്ങയാണ്. ഈ നാരങ്ങയുടെ ഉണ്ടോ ഒരു 4 കഷ്ണം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കും കേട്ടോ. അതായത് ഒരു നാരങ്ങ 4ആയിട്ട് മുറിച്ചു, ഒരു ചെറിയ നാരങ്ങ 4ആയിട്ട് മുറിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. മറ്റേ നാരങ്ങയ്ക്ക് പകരം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കണം, അരി വേകാനുള്ള ഉപ്പ്. ഇപ്പോൾ ക്യൂബൊക്കെ ഇട്ടതായതുകൊണ്ട് നമുക്ക് തക്കാലം ഈ 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ, വെള്ളത്തിൽ തൊട്ട് നോക്കാം വെള്ളം എങ്ങനെയുണ്ടെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഇട്ട് കൊടുത്തേച്ച് നമ്മുടെ അരി ഞാനിതേ ഇവിടെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഈ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ അരിയെ, ഇത് 2 കപ്പ് അരി അല്ലേ, ഇത് 2.5 കപ്പ് അരിയുണ്ട്, 2.5 കപ്പ് അരി ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് ഇതിനകത്തിരുന്ന് പകുതി വേവാവണേ, ഫുള്ള് വേകരുത്, പകുതി വേകാവുള്ളൂ കേട്ടോ. അതെ അതെ, പകുതി വേകുമ്പോൾ നമ്മളിത് ഊറ്റി മാറ്റി വെക്കണം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകണം. വെയിറ്റ് ചെയ്തൊന്നുമല്ല കേട്ടോ, ഞങ്ങളിതെല്ലാം കഴുകി പെറുക്കി എല്ലാം ഓർഡർ ആക്കാൻ പോവാ കേട്ടോ. അരി ഇവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ടല്ലോ. അതെ അതെ, തിളയ്ക്കാൻ തുടങ്ങിയുള്ളൂ, ഒത്തിരി എന്താ വേറെ ആയില്ല. ഇപ്രാവശ്യം കിട്ടിയേക്കണ അരി നമുക്ക് അത്ര നല്ല അരിയല്ല കേട്ടോ, ഒരു കളറും കുറവാണ്, വലിയ ടേസ്റ്റും ഇല്ല കേട്ടോ, വേകാൻ ഇച്ചിരി പാടാ. ഏതായാലും വാങ്ങിച്ചു പോയല്ലോ, ഇനി കളയണ്ടാന്നോർത്ത് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചോണ്ടിരിക്കുന്നു. നല്ല അരിയുടെ ഇതുകൂടെ ഉണ്ടാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ വേറെ മന്തി ഉണ്ടാക്കിയപ്പോ ഈ അരിക്ക് നല്ല രുചി ഉണ്ടായിരുന്നു. പല സാധനം ഉണ്ടാക്കിയിട്ട് രുചിയില്ലായിരുന്നു, മാത്രമേ രുചി ഉണ്ടായിരുന്നുള്ളൂ. ബിരിയാണി ഉണ്ടാക്കിയപ്പം അരി അത്ര ഒന്നും വേവുന്നില്ല, പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മന്തി ഉണ്ടാക്കിയപ്പം ഈ അരി സൂപ്പർ ആയിരുന്നു. അരി ഇടയ്ക്ക് ചെക്ക് കൊടുക്കണം, ഇളക്കിയൊക്കെ കൊടുക്കുവാണ്. അരി ചെക്ക് ചെയ്ത് നോക്കണേ, എന്തോ നോക്കേണ്ട കാര്യമേ ഇല്ല, എന്നിട്ടില്ല എന്നുള്ള ഉറപ്പ്. എന്താണേലും ഒരു 10-25 മിനിറ്റ് എന്തായാലും അരി വേഗം എടുക്കും കേട്ടോ. കാന്താരി എന്തോ പെറുക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ അത് എത്ര നാളും നിറയെ പേടിച്ചാൽ മതി, ഇപ്പൊ റീവിനെ പേടിക്കണം. ഒരു സാധനം അറ്റത്തോട് വെക്കാൻ പാടില്ല. ഇവിടെ ഉറങ്ങും കേട്ടോ, പറയാൻ മറന്നു. ശരി കേട്ടോ,
നമ്മുടെ അരി ഏകദേശം പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? മതി, നമുക്ക് ഇതിനകത്തുനിന്ന് കോരിയെടുക്കാം കേട്ടോ. ഓക്കെ. മിറ അപ്പുറത്ത് ചെറിയ അപ്സെറ്റാണ് കേട്ടോ. മിറയോട് നമ്മൾ അറിയാണ്ട് പറഞ്ഞു. നാളെ മൺഡേ ആണ്, സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു കേട്ടോ. സ്കൂളിൽ പോകാൻ പറ്റില്ല, ഇപ്പോഴേ കരച്ചിലാണ്. പക്ഷേ ഇവളിങ്ങനെയൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, രാവിലെ ഏക്കും, തുണി മാറും, എല്ലാം ചെയ്യും, ബാഗ് എടുത്തിടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് കയറി കഴിയുമ്പോഴല്ലോ നമുക്ക് ടാറ്റയിൽ നിന്നിട്ട് അവളെ ക്ലാസ്സിലോട്ട് കയറി പോകും. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷെ വായും കൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, പോവണ്ട സ്കൂളിൽ പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യും. സമയത്ത് അവിടെ ക്ലാസ്സിലും ചെല്ലും. ആ വാതൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയ പോലുമില്ല. ടാറ്റയൊക്കെ തന്നിട്ട് അവരുടെ ടീച്ചറിനെ കണ്ടാ പിന്നെ നേരെ ഇതെന്നാ കരിയൊക്കെ എടുത്തോണ്ടുള്ള കരിക്കട്ട ചാർക്കോൾ വെക്കുക കേട്ടോ. അതൊന്ന് കത്തിക്കാനാണേ. കരിക്കട്ട എന്തിനാ നമ്മൾ അടുപ്പിലാണോ ഉണ്ടാക്കുന്നത്? അടുപ്പിലല്ല ഉണ്ടാക്കണേ, എങ്കിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരാളവിടെ ഭയങ്കര കരച്ചിൽ തുടങ്ങി. സ്കൂളിൽ പോണ്ട ഇല്ല, മോളെ വെച്ചിട്ട് സ്കൂളിൽ വിടിയല്ല, അമ്മച്ചി വിടിയല്ല. അമ്മച്ചി എന്റെ കൊച്ചിനെ സ്കൂളിലൊന്നും വിടിയല്ല കേട്ടോ. നമ്മുടെ ചിക്കനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. മന്തി നല്ല കുഴി മന്തി ഉണ്ടാക്കണമെന്ന് പറയുന്നത്. നമ്മുടെ കുക്കർ വലുതും കുഴപ്പമില്ല കേട്ടോ. അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇരുന്ന് പൊക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഫുഡ് കളർ കേട്ടോ. ഇത് നമുക്ക് നാച്ചുറലിൻ്റെ കുഴപ്പമൊന്നും ഇല്ല എന്ന് നമുക്ക് പറഞ്ഞ് വാങ്ങിച്ചതാ കേട്ടോ. നാച്ചുറൽ ഫുഡ് കളർ. അതെ അതെ. ഇത് നമുക്ക് ഇതിനകത്തോട്ടൊരു കാര്യം ചെയ്യണ്ടേ, നമ്മുടെ ഈ പച്ചമുളകില്ലേ, പച്ചമുളകിനെ നമുക്കിങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. എരിവൊക്കെ വേണ്ടതുപോലെ അനുസരിച്ച് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളക്. നമ്മൾ ഇത് കഴിക്കുമ്പോഴേ ഈ മുളക് കടിക്കുന്ന പ്രത്യേക നല്ല രുചിയാ. എരിവ് തോന്നത്തില്ല ശരിക്കും. നന്നായിട്ട് വെന്ത് അതിനകത്ത് സാധനമൊക്കെ അങ്ങോട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. നമ്മുടെ ചാർക്കോൾ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. ചെറിയ എന്തെങ്കിലും സ്റ്റീൽ പാത്രമോ സ്റ്റീലിൻ്റെ എന്തെങ്കിലും അടപ്പോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് ഇതിനകത്തോട്ട് വെച്ചാൽ മതി. നമുക്കിപ്പോൾ തക്കാലം ഇതേ ഉള്ളൂ, നമ്മുടെ ഇടികല്ല്. അതെ, ഇതിനകത്തോട്ട് നമുക്ക് ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പേടിക്കണം. അങ്ങനെ കരി ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇതിലിട്ടാ പോരെ? മതി, അതെ, ഗ്ലാസ്സിനകത്തോട്ട് ഇട്ടാൽ മതി. പൊട്ടി തെറിക്കില്ലടി, കുറച്ച് തീപ്പരി തെറി. അത് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒത്തിരി ആവും. വേണ്ടേ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടിപൊളി. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് അങ്ങനെ കുക്കർ അടച്ചു വെക്കാം കേട്ടോ. ഇത് അമ്മയുടെ ഐഡിയ ആണോ? അത് അമ്മ ഗൾഫിൽ പോയി പഠിച്ചതാണോ ഈ പരിപാടി? എന്താണേലും കുഴപ്പമില്ല. പുകമണം വന്നപ്പോ തന്തൂരി മണം വന്നില്ലേ നിമിഷം? അല്ലേ, നല്ല തന്തൂരി മണം വരുന്നില്ലേ? നമ്മൾ മീഡിയം ഫ്ലെയിമുള്ള ഗ്യാസ് വെച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അല്ലേ? അതെ അതെ. തീ ഒന്ന് കാണിച്ചു കേട്ടോ. ഇത്രയും തീ മതി. ഒരു വിസില്. അതെ, ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ എല്ലാരും ഒന്ന് മാറി നിൽക്കണോ? അതിനകത്ത് മറ്റേ കരിയും പൊട്ടിത്തെറിക്കോ? ഒന്നും പൊട്ടിത്തെറിക്കല. നിമിഷയുടെ ഫ്രണ്ട് പുള്ളിക്കാരുടെ വീട്ടിലുണ്ടായ ഒലീവ് സലാഡ് എയ്മി, എല്ലാവരും ഇപ്പൊ ഇവിടെ ഒലീവ കഴിക്കുന്നത്. ഇടയ്ക്ക് അവിടെ നിന്ന് ഒലിവ് ഉപ്പിലിട്ടത്. നെല്ലിക്കയും ഇതൊക്കെ ഇടൂലേ, പൈനാപ്പിൾ ഒക്കെ ഇട്ട് വെക്കല്ലേ, അതുപോലെ ഇട്ട് വെച്ചേക്കണേ. ഉപ്പിലിട്ട ഒലീവ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓർമ്മ കാണിച്ചിട്ട് ഒലിവിന് ഇഷ്ടമാണ്. ഒലിവിന് കയ്പാണേ. ഒലിവിന് അതെ, കയ്പാണ്. നല്ല ടേസ്റ്റ്. എന്നെ ഹെൽത്ത് എന്നറിയാവോ? അടിപൊളി സാധനം. കടയിലൊക്കെ ഇവിടെ വിൽക്കാൻ കിട്ടും ഇങ്ങനെ തന്നെ ഇട്ട്. പക്ഷെ ഇതിനകത്ത് കുരു അവരെടുത്ത് കളയും. കുരു കളഞ്ഞിട്ടില്ലെന്നുള്ളൂ. നല്ല ഇഷ്ടം. നമുക്കിനി ഇവിടെ നിന്ന് മാറിയെന്നാലോ? ചീറ്റോ നോക്കാം. അതിന്റെ കുക്കറിനകത്ത് വെള്ളം ഒഴിച്ചായിരുന്നോ വേവിക്കാൻ വെച്ചപ്പം? ഇല്ല, വെള്ളം ഒഴിക്കണ്ടല്ലോ. ആണോ? സാധാരണ വെള്ളം ഒഴിച്ചിട്ടല്ലേ നമ്മൾ അരി വേവിക്കുന്നത്? നമ്മള് കുക്കറിനകത്തുനിന്ന് അല്ല ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. മതിടാ, അതിനകത്ത് സ്റ്റോക്കൊക്കെ ഉണ്ട്. മതില്ലേ? പിന്നെ അരിയാണേലും പകുതി വന്നതല്ലേ. അത് ശരി. മറ്റേ സാധനം ഇരിക്കുന്നോണ്ടാണെന്ന് സംശയമുണ്ട് വേഗത്ത്. അല്ല, ഇനി അത് ചിക്കൻ വേകുന്നാലും അതും വെന്ത് കിട്ടുമോ? എടി, ആ ഇടിക്കണ സാമാനല്ലേ എന്നെ പറയുന്നത്? അതെങ്ങാനും വെന്ത് അത് വേകാൻ വേണ്ടിട്ടാണ് ഇനി. അത് വേകാൻ വേണ്ടിട്ടാണ് ഇനി കുക്കർ ചീറ്റാത്തതെന്ന് എനിക്ക് സംശയമുണ്ട്. അത്
ഒന്നൊന്നര ചീറ്റായി ചീറ്റിപ്പോ നല്ല തന്തൂരിയുടെ മണം കേട്ടോ. ആ പുകയുടെ ചാർക്കോളിന്റെ മണം വന്നു സൂപ്പറായിട്ട് ഇല്ലടി. അതെങ്ങനെ അവിടെ നിന്ന് നിമിഷിക്ക് വന്നോ? അവിടെ അതേന്ന് പറഞ്ഞിട്ടുണ്ട്. നിമിഷം പിന്നെ എന്നാണ് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. പാവം ഒരു മണം വന്നല്ല. ദൈവൂട്ടൻ എണീറ്റൊന്നും പറഞ്ഞോണ്ട് ഒരുത്തി ഓടി. ആരും വിളിക്കാനൊന്നും ചെല്ലേണ്ട വന്നില്ല. ദേ വന്നു. ഹലോ, ഉറങ്ങിയോ? ഒരു ഹഗ് കൊടുത്ത റീവിന. അയ്യോടാ, ആരാ ഇത്? പാവച്ചോ? ഉറങ്ങിയോ? നീ കൊച്ചിനോട് ഇറങ്ങിയ ചാച്ചനെ കൂടെ എപ്പിച്ചോണ്ട് വരാൻ മേലായിരുന്നോ? ദേ നമ്മുടെ കുഴിമന്തിക്കുള്ള കറി എന്താ? സൈഡ് എന്താ? സൈഡ് ഇച്ചിരി മയനൈസ് ഉണ്ടാക്കി കേട്ടോ. മയനൈസ് അതിന്റെ ഇടയ്ക്ക് മയനൈസ് ഉണ്ടാക്കി കേട്ടോ. പടപടയെന്നായിരുന്നു. ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും കാണിയല്ല. ഇത് ഞാൻ മുട്ടയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മുട്ടയില്ലാത്ത മയനൈസ്? ആ, മുട്ടയില്ല. ഇത് പാലും വെജിറ്റബിൾ ഓയിലും പിന്നെ വെളുത്തുള്ളി ഉണ്ട്. പാലുണ്ടല്ലേ? പാല്, വെജിറ്റബിൾ ഓയില്, വെളുത്തുള്ളി, ഒരു നുള്ളു ഉപ്പ്. തരാട്ടോ. കൊള്ളാലോ, കുറച്ച് മതി കേട്ടോ. അടിപൊളി ആയി, നല്ല ടേസ്റ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കിപ്പോ തന്നെ കൂട്ടാനുള്ളതാണല്ലോ ഇത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമെന്നുള്ളവർക്ക് ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് മുട്ടയൊന്നും വേണമെന്നില്ല ഇത് ഉണ്ടാക്കാൻ. ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്നവർത്തോ കേട്ടോ എല്ലാവരും കാണിക്കാത്തത്. ഇനി നിങ്ങൾക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കാണിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഞാൻ അടുത്ത് കഴിക്കണേ മുന്നേ സൂപ്പറാന്ന് പറയുന്നു. അതെ, ഇവരൊക്കെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാട്ടോ. കുഴിമന്തി കഴിക്കണേ ഇത് ഇച്ചിരി കൂട്ടി കഴിച്ചാലേ. ഇതിനോട് തക്കാളി ചാറും കൂടെ കഴിക്കും. തക്കാളിയുടെ നല്ല ചാറായിട്ടുള്ള എനിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് തക്കാളി പൊതുവെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മൈനൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആരോ ഒരാൾ അവിടെ വിളിച്ചു. ചാച്ചാ ഹാപ്പി ഫാദേഴ്സ് ഡേ. ഹാപ്പി ഫാദേഴ്സ് ഡേ ചായ. ഹാപ്പി ഫാദേഴ്സ് ഡേ. ഓ, താങ്ക് യു. മദേഴ്സ് ഡേക്കും മറ്റേ അങ്ങനത്തെ ദിവസത്തിലൊക്കെ നമ്മളെ കൊണ്ട് കടയിൽ കൊണ്ടുപോകുന്നു, റെസ്റ്റോറന്റിൽ കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് ഫാദേഴ്സ് ഡേ ആയിട്ട് ഒരു സംഭവം ഇല്ല കേട്ടോ. അല്ല ചാ? നിമിഷം എന്നോട് ചെവി പറയണേ, ഞങ്ങൾ നൊന്ത് പെറ്റതാന്ന് പറയാ നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങള് വെറുതെ ഒന്നുമല്ല, ഞങ്ങള് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഓരോ സാധനം കരുതിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു പൂവാണോ. ഹാപ്പി ഫാദേഴ്സ് ഡേ. ഞാനല്ല ഔസപ്പ കൊടുക്കണ്ടേ. ശരിയാണ് ചാച്ചാ, ആ പൂവും തരാം. ഒരു സെക്കൻഡ്. ഹാപ്പി ഫാദേഴ്സ് ഡേ. താങ്ക് യു വീരമോളെ. എല്ലാരും കൈ അടിച്ചേ. ഗുഡ് ഗേൾ. ഹാപ്പി ഫാദേഴ്സ് ഡേ ഒന്നുമില്ലേ? ഹാപ്പി ഫാദേഴ്സ് ഡേ. ഹാപ്പി ഫാദേഴ്സ് ഡേ. റിവൂട്ടിന് ഒപ്പം മേടിക്കാണ്ടിരിക്കുന്ന ആളാട്ടോ. ആർക്കും കൊടുക്കാനൊന്നും കഴിയല. അല്ല റിവൂട്ടാ? അയ്യോ, പൂവിന്റെ കാര്യത്തിൽ തീരുമാനം. റിവൂട്ടാ ചാച്ചാ ഹാപ്പി ഫാദേഴ്സ് ഡേ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. തല പോലെയല്ലോ, മാറി മാറി പോയിക്കൊണ്ടിരിക്കല്ലോ. നമുക്ക് എന്ത് ഫാദേഴ്സ് ഡേ. അതെ അതെ അതെ. ചാച്ചനത് കക്ഷത്തി വെച്ചടാ. പെട്ടി വെക്കാന്ന്, പെട്ടി വെക്കാന്ന്. അതെ കൊണ്ടോക്കോ. ഫാദേഴ്സ് ഡേ പറഞ്ഞോളൂ. ഇപ്പൊ എന്നെ വന്ന് തല്ലുന്നു. എന്നോട് വേണ്ട കളിക്കാന്താരി. നീ ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം ഞങ്ങളെ. ഇത് ഇതിനകത്തോടൊന്ന് കുടഞ്ഞിടാൻ ഹെൽപ്പ് ചെയ്യണേ. അത് തന്നെ തീർച്ചയായിട്ടും. ഉള്ളില്ലേ? ആ, ചാച്ചനുണ്ടോ? ചാച്ചനുണ്ടായിരുന്നു. അയ്യോ, നോക്കി പ്രൈസ് ഉണ്ടോ? സൂപ്പർ അല്ലടാ, കണ്ടിട്ട് അടിപൊളിയല്ലേ? ഇതുകൊണ്ട് എടുക്കാട്ടോ. അയ്യോ, ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ ആ മന്തി റെഡി ആയല്ലോ അല്ലേ? അടിപൊളി മന്തി കേട്ടോ. ഇതിന്റെ പ്രത്യേകത നല്ല എന്താ പറയാ, ജ്യൂസിയാണ് അല്ലേ? അതെ അതെ അതെ. നല്ല ജ്യൂസിയാണ്. ഇനി വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഡെക്കറേഷൻ ഒന്നുമില്ല. നമ്മുടെ നല്ല സൂപ്പർ മൈനസും കൂടി കഴിക്കുക. അത് കളിക്കില്ലോ. എന്ത് എളുപ്പമാണ്. ചെറിയൊരു നനവോട് കൂടി. അത് നനവ് ഇച്ചിരി കഴിഞ്ഞ് കഴിയുമ്പോ ഡ്രൈ ആയി പോട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇത് ഉണങ്ങും. ഡ്രൈ ആവും. പക്ഷെ അരി കറക്റ്റ് ആയിട്ട് എനിക്ക് നല്ല രസമുണ്ട് കാണാൻ. വെന്ത് നല്ല ഇതായിട്ടായിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ചൂടോടെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. റീവിനൊക്കെ റീവിനും ഇറക്കി കൊടുക്കാൻ പറ്റിയ ഒരു പിള്ളേർക്ക് ഇഷ്ടം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവും. പക്ഷെ ഈ സമയത്ത് കഴിക്കാൻ അടിപൊളിയാണ്. കള്ള ഇവൻ കുഴിമന്തി ഒരാളാ. അവന് ഭയങ്കര ഇഷ്ടാട്ടോ കുഴിമന്തി. അല്ലേടാ റീവിട്ടാ? ഇതിന് ചോറ് ഉണ്ടോളും. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ആ കുരുമുളകൊക്കെ മാറ്റി വെച്ചാൽ ചോറും കൊടുത്താൽ മതി കേട്ടോ. പിള്ളേർ ചോറും കഴിച്ചോളൂ. മയനീസ് ആണ് എനിക്ക് ഭയങ്കര. ഗാർലിക് മയനീസ് അല്ലേ? അതെ അതെ. പൊളി. എങ്ങനെയുണ്ടാ? അടിപൊളി.
അയ്യോ എന്നാ സോഫ്റ്റാ. അതെ അതെ അതെ. നല്ല രുചിയുണ്ട് കേട്ടോ, ക്യാപ്സിക്കത്തിന്റെ ഒക്കെ രുചി. മയണീസ് കലക്കി കേട്ടോ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. തകർത്ത്. താങ്ക് യു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല പഞ്ഞി എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട് നമുക്ക് ഈ കുഴിമന്തി ഒന്നും വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല എന്ന്. എന്ത് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് കണ്ടില്ലേ. ചുമ്മാ എല്ലാം കൂടെ തിരുമ്മി കുക്കറിനകത്ത് വെച്ചിട്ട് അതിന്റെ മേലോട്ട് റൈസ് വേവിച്ച് ചിക്കൻ എല്ലാം സോഫ്റ്റ് ആണെന്ന് നിൽക്കുന്നുണ്ടോ. ചുമ്മാ സ്പൂണും കൊണ്ട് തൊട്ടാൽ മതി കേട്ടോ, സംഭവം ഊരി പോയി. ഇങ്ങനെ എടുത്തിട്ട് ആഹാ എന്നെ രുചിയാ കലക്കി. നമുക്കെന്നാ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. കുഴിമന്തി ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഇന്ന് ചൂടോടെ കഴിച്ചേക്കാം അല്ലേ. അതുപോലെ തന്നെ ഇന്ന് എന്റെ പപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് ഒരു സ്പെഷ്യൽ വിഷസ് അറിയിക്കാം. അവർക്ക് ഒരു സ്പെഷ്യൽ പാട്ടും വായിക്കും. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അല്ലേ. പപ്പയ്ക്കും മമ്മിക്കും ഞാൻ വിചാരിക്കുന്നത് അവര് ഫസ്റ്റ് പോയി കണ്ട ഫിലിമാണ് മഞ്ഞളിക്കൊമ്പിൽ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ആ പാട്ട് മഞ്ഞളിക്കൊമ്പിലല്ലോ, സോറി, ആ സിനിമയുടെ പേര് എന്റെ അമ്മ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ. അതെ അതെ. അപ്പൊ ആ സിനിമയിലെ പാട്ട് അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ മഞ്ഞളിക്കൊമ്പിൽ പാട്ട് പാടാം കേട്ടോ. ആയിക്കോട്ടെ. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി ഇണയെവിടെ തുണയെവിടെ ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ. തകർത്തു. നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ. അങ്ങനെ മിറക്കൊട്ടൻ വൈൻഡപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹലോ മിറ ഇരിക്കുവാണോ? അപ്പം കറങ്ങി അലമ്പാക്കണതിന് മുന്നേ നമുക്കന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. കൈ പറ്റിക്കടാ. എല്ലാം കഴിഞ്ഞു, എല്ല് മാത്രമേ ഉള്ളൂ. സൂപ്പറാണ് കേട്ടോ. മയണീസ് ഒരു രക്ഷയില്ല. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മയണീസ്. അടിപൊളിയല്ലേ.